അദ്ദേഹം വാർദ്ധക്യത്തിൽ എത്തി. സഭയിലെ മൂപ്പന്മാരെല്ലാം ചേർന്ന് ആ ദൈവദാസനോട് പറഞ്ഞു, ഇനിയും നിങ്ങളെ ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ വാർദ്ധക്യത്തിലായിരിക്കുന്നു, വയസ്സിനായി നിങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? എങ്ങനെ പാസ്റ്ററായിട്ട് ദൈവവേല ചെയ്യാൻ കഴിയും? നിങ്ങളെക്കൊണ്ടിനി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവം ദൈവദാസനെ അവർ അവിടെ നിന്നും പുറത്താക്കുവാൻ ഇടയായി. ആ ദൈവദാസന് അന്ത്യശ്വാസം വരെ കർത്താവിനു വേണ്ടി നിൽക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ട്. എന്നാൽ ആ സഭ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം അടുത്തുള്ളതായ ഒരു ശവക്കല്ലറുടെ അരികിലിരുന്ന് കരയുകയായിരുന്നു. കർത്താവേ, അന്ത്യശ്വാസം വരെ കർത്താവിനു വേണ്ടി നിൽക്കണമെന്ന്, ദൈവവേല ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സഭ എന്നെ പുറത്താക്കിയിരിക്കുന്നു. എന്നെക്കൊണ്ട് ഇനി അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കിയിരിക്കുന്നു. കല്ലറുടെ അരികിൽ ഇരുന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നിരിക്കാം, ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് വിശ്രമിക്കേണ്ടതായ വ്യക്തിയാണല്ലോ, എന്താണ് ചിന്തിച്ചതെന്നറിയില്ല. എന്നാൽ ആ കല്ലറുടെ അരികിൽ അദ്ദേഹം ഇരുന്ന് വേദനിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു പയ്യൻ അതിലെ പോകുന്നത് കണ്ടു. അവനെ കണ്ടുകൊട്ട്, മോനെ മോനെ, ഒരു നിമിഷം നിൽക്കൂ. എന്നിട്ട് വിളിച്ച് ആ പയ്യനെ അരികിൽ ഇരുത്തി. എന്താണ് പൂപ്പ, എന്താണ് കാര്യം? അപ്പോൾ പറയുകയാണ്, മോനെ, ഞാൻ ഒരു കാര്യം പറയാം. പറയൂ. നിനക്കറിയാമോ, ഞാനും നീയുമൊക്കെ ചെയ്യുന്നതായ പാപം കാരണം ഭയങ്കരമായൊരു ശിക്ഷ നമ്മെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, ഭയങ്കരമായൊരു ശിക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ ശിക്ഷ നരകശിക്ഷയാണെന്നും അവിടെ നമ്മൾ വീഴുകയാണെങ്കിൽ നിത്യമായി ആഗ്നിയിൽ കിടക്കേണ്ടി വരുമെന്നുമുള്ളതായ സത്യം നിനക്കറിയാമോ? ഈ ഭയങ്കരമായ ശിക്ഷയിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ദൈവം അത്ഭുതകരമായ ഒരു വഴി ഒരുക്കിവച്ചിരിക്കുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു നമ്മെ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും രക്ഷിക്കുവാനുമാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മകനേ, ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിച്ചാൽ നിനക്ക് നരകത്തിൽ പോകേണ്ടതായ കാര്യമില്ല. നീ ആ കർത്താവിനെ സ്വീകരിക്കുമോ? ആ കൊച്ചു പയ്യൻ ചോദിക്കുകയാണ്, കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട മകനെ. മുഴങ്കാൽ മടക്കി, കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിട്ട് ഇന്ന് തന്നെ എൻ്റെ ദൈവമായി, എൻ്റെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ. ഇങ്ങനെ നീ പ്രാർത്ഥിക്കുമോ? ശരി അപ്പൂപ്പ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുഴങ്കാൽ മടക്കിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. ആ കല്ലറുടെ അരികിൽ വെച്ച് ആ പയ്യൻ വളരെ അത്ഭുതകരമായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം എന്താണ് വിചാരിച്ചത്? ഞാനിപ്പോൾ വാർദ്ധക്യത്തിലായതുകൊണ്ട് എന്നെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് വിചാരിച്ച് സഭ എന്നെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നടുവിലുണ്ടോ? എന്നെക്കൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജോലിയിൽ നിന്ന് പുറത്താക്കി, എന്നെക്കൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരത്തിൽ നിന്ന് പുറത്താക്കിക്കളഞ്ഞു, സഭയിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങൾ എടുത്തുമാറ്റിയിരിക്കുന്നു. എന്നിരുന്നാലും കർത്താവിൻ്റെ സാക്ഷിയായി നീ ജീവിക്കുന്നതിൽ നിന്റെ പ്രായം ഒരു തടസ്സമേ അല്ല. നീ പ്രസംഗങ്ങൾ ചെയ്യേണ്ടതായ കാര്യമില്ല, അല്ലെങ്കിൽ ഉപദേശിക്കേണ്ടതായ കാര്യമില്ല, അല്ലെങ്കിൽ ദർശനങ്ങൾ കാണേണ്ടതായ കാര്യമില്ല, പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളോട് സംസാരിക്കേണ്ട കാര്യവുമില്ല. ആയിരിക്കുന്നിടത്ത് നിന്റെ കർത്താവിൻ്റെ സാക്ഷിയായി നീ ജീവിച്ചാൽ മതിയാകും. ആ ചെറിയ പയ്യൻ അന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദേശത്ത് മിഷണറിയായിട്ട് കടന്നുപോയി. അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ സത്യമറിയാതെ അന്ധകാരത്തിൽ ജീവിച്ചു വരുമ്പോൾ സത്യമറിയുന്നതായ വേദപുസ്തകം അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാഗ്രഹിച്ച് അവരുടെ ഭാഷകളിലേക്ക് ആ വേദപുസ്തകം തർജ്ജമ ചെയ്തു. ഒരു ഭാഷയിലല്ല, 2 ഭാഷയിലല്ല, 10 അല്ല, 20 ഭാഷകളിലല്ല, 30 ഭാഷകളല്ല, 40 ഭാഷകളിൽ വേദപുസ്തകത്തെ തർജ്ജമ ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്തു. അവൻ പോയ രാജ്യത്തിന്റെ പേരെന്തെന്നറിയാമോ? ഭാരതം. അദ്ദേഹത്തിന്റെ പേരെന്തെന്നറിയാമോ? വില്യം കേരി. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണെന്നറിയാമോ? ഒരു കല്ലറുടെ അരികിൽ വെച്ച്. വാർദ്ധക്യത്തിലെത്തിയ വ്യക്തി, നിങ്ങളെക്കൊണ്ടിനിയും ഒരു പ്രയോജനവുമില്ല എന്ന് എഴുതി തള്ളപ്പെട്ടതായ ഒരു വ്യക്തി പറഞ്ഞതായ നല്ല വാക്കുകൾ കേട്ടുകൊണ്ട് ഈ പയ്യൻ രക്ഷിക്കപ്പെടുവാനിടയായി. പേരിനു വേണ്ടിയല്ല നീ അധ്വാനിക്കേണ്ടിയിരിക്കുന്നത്, പ്രശസ്തിക്കു വേണ്ടിയല്ല നീ പോരാട്ടം നടത്തേണ്ടത്. നീ എവിടെയായിരിക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നീ ജീവിച്ചാൽ മതിയാകും. ഇവരാരും തന്നെ ഒരു പ്രശസ്തിയും കൊടുത്തില്ല. എന്നാൽ ദൈവം അവരെ ഓർത്ത് അവരുടെ പേരുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പേരുകൾ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ്? ഇവരെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഹാനോക്കിനെ പോലെ എല്ലാ ദിവസവും എന്നോടൊപ്പം നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നോഹയെപ്പോലെ വലിയ നീതിമാന്മാരായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇവരെ എനിക്ക് വേണം. ഇന്ന് ദൈവത്തിനെ നിനക്ക് ആവശ്യമാണ്. മോശയെപ്പോലെ ചെങ്കടലിനെ 2 ഭാഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ദാവീദിനെപ്പോലെ ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിലും,
ഏലിയാവിനെപ്പോലെ തീ ഇറക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ബലഹീനനാണെങ്കിലും അനാരോഗ്യത്താൽ ഭാരപ്പെടുന്നവനാണെങ്കിലും വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത വ്യക്തിയാണെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. ആരെയാണെങ്കിലും ദൈവത്തിന് തന്റെ ഹിതത്തിനു വേണ്ടി, തന്റെ ഉദ്ദേശത്തിനു വേണ്ടി ഉപയോഗിക്കുവാനായി അവൻ മതിയായവനാണ് എന്ന സത്യം മറക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, വളരെ വ്യക്തമായി ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ പിടിച്ചുകൊണ്ട് ഓടിപ്പോകുവാൻ പാടില്ല. ആ അനുഗ്രഹം പിടിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കണം. മെഥൂശലത്തിന്റെ ജനനം ഹാനോക്കിനെ നിന്നോട് കൂടുതൽ അടുപ്പിക്കാനിടയായി. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി അനേകം ആളുകൾ നിന്നോട് കൂടുതൽ ചേർന്ന് വസിക്കുവാനിടയാകണം. അല്ലാതെ അകറ്റിക്കളയുവാനായിട്ട് പാടില്ല കർത്താവേ. ഏനോശിന്റെ ജനനം ആ കുടുംബത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് കാരണമാക്കി മാറ്റി. ഞങ്ങളുടെ ജനനം ഞങ്ങളുടെ കുടുംബത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണമാക്കണമേ. ഞങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്നെ ആരാധിക്കുവാൻ കാരണമാക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം പ്രയോജനകരമായിട്ട് മാറണം. നിന്നോടുകൂടെ നിത്യം നടക്കാനുള്ള ഭാഗ്യം തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.